നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. വോട്ടെടുപ്പ് മറ്റന്നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര മേഖലകളിൽ രാത്രികാല യാത്രാ നിരോധനം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കും. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 14 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിച്ചു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് ബസ്തിയിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ പാർട്ടി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിക്കായി ഇന്ന് അമേഠിയിൽ റോഡ് ഷോ നടത്തി. ബാന്തയിലും ഝാൻസിയിലും നടന്ന പൊതു റാലികളെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്തു. അതേസമയം ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി ബസ്തിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പൊതു റാലികളും റോഡ് ഷോയുമായി മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ അംബാലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. BJPക്ക് വേണ്ടി മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിലും അമിത് ഷാ ഝാൻസിയിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവർ മണ്ഡലങ്ങളിൽ സജീവമാണ്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ശ്രാവസ്തി, ഫൈസാബാദ്, സുൽത്താൻപൂർ, അംബേദ്കർ നഗർ എന്നിവിടങ്ങളിൽ ഇന്ന് പ്രചാരണത്തിനെത്തി. അതേസമയം ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി ബസ്തിയിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒഡീഷയിൽ 5 ലോക്സഭാ സീറ്റുകളിലും 35 നിയമസഭാ മണ്ഡലങ്ങളിലും 5ാം ഘട്ടത്തിൽ ഒരേ സമയം വോട്ടെടുപ്പ് നടക്കും. പോളിംഗ് ബൂത്തുകളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ ഇതിനകം പുറപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 20% ബൂത്തുകൾ പ്രശ്നബാധിതമാണെന്നും 102 കമ്പനി പോലീസുകാരെ ഇവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 200 ബൂത്തുകൾ വനിതകൾ മാത്രം നിയന്ത്രിക്കും. ലഡാക്കിലെ സൻസ്കാർ ഡിവിഷനിലെ 44 പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ പുറപ്പെട്ടു. യാത്ര ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഗിൽ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു. ഫെമ, റാലാക്കുണ്ട് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1409 പേർ വീടുകളിൽ വോട്ട് രേഖപ്പെടുത്തിയതായി ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ആകെ 5406 പേരാണ് വീടുകളിൽ വോട്ടിംഗ് സൌകര്യം ഏർപ്പെടുത്തിയതിനായി അപേക്ഷ നൽകിയത്. മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മുൻ കേന്ദ്രമന്ത്രി മുരളി മനോഹർ ജോഷി എന്നിവർ വീടുകളിൽ വോട്ട് രേഖപ്പെടുത്തി. 85 വയസ്സ് പൂർത്തിയായവർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കുമാണ് ഈ വിഭാഗത്തിൽ പരിഗണന ലഭിച്ചത്. ആം ആദ്മി പാർട്ടി MP സ്വാതി മാലിവാളിനെ ആക്രമിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സഹായി ബൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 13-ന് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് ബൈഭവ് കുമാറിനെതിരെ MS മാലിവാൾ പരാതി നൽകിയിരുന്നു. സംഭവം നടന്ന ദിവസം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അനധികൃതമായി കയറിയെന്നാരോപിച്ച് ബൈഭവ് കുമാറും മാലിവാളിനെതിരെ പരാതി നൽകി. ആം ആദ്മി പാർട്ടി നേതാവും പാർലമെന്റ് അംഗവുമായ സ്വാതി മാലിവാളിനെ മർദ്ദിച്ചുവെന്ന കേസ് BJPയുടെ ഗൂഢാലോചനയെന്ന് ആം ആദ്മി പാർട്ടി. ഡൽഹി വനിതാ കമ്മീഷനിൽ കരാർ ജീവനക്കാരെ അനധികൃതമായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് അഴിമതി വിരുദ്ധ ബ്യൂറോ സ്വാതി മാലിവാളിനെതിരെ കേസെടുത്തിരുന്നതായും ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി മർലേന മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും ശ്രീമതി സ്വാതി അവശതകളില്ലാതെയാണ് തിരിച്ചതെന്ന് വീഡിയോയിൽ വ്യക്തമാണെന്നും ശ്രീമതി അതിഷി വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിക്കെതിരെ BJP വൈരാഗ്യം തീർക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. നാളെ BJP ആസ്ഥാനത്ത് പാർട്ടി നേതാക്കൾ ജയിൽ ഭരോ പ്രതിഷേധം സംഘടിപ്പിക്കും.
ആം ആദ്മി പാർട്ടി നേതാക്കളായ രാഘവ് ചദ്ദ, അതിഷി മർലേന എന്നിവരെ ജയിലിലടയ്ക്കാനാണ് ബിജെപിയുടെ നീക്കം. പാവപ്പെട്ടവരുടെയും വിദ്യാർത്ഥികളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിച്ചു എന്നതാണ് ബിജെപിയെ ചൊടിപ്പിക്കുന്നതെന്നും പാർട്ടിയെ തകർക്കാൻ ബിജെപിക്ക് കഴിയില്ലെന്നും ശ്രീ കേജ്രിവാൾ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് ആൾക്കൂട്ട ആക്രമണം നടക്കുന്നതായി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വിദ്യാർത്ഥികൾ വീടുകളിൽ തുടരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണെന്നും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. കിർഗിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായി വിദ്യാർത്ഥികൾ നിരന്തരം ബന്ധം പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സഹായത്തിനായി ഇന്ത്യൻ എംബസിയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 055-571-0041. നമ്പർ ഒരിക്കൽ കൂടി 055-571-0041. നാളെ മുതൽ ചൊവ്വാഴ്ച വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ലഭിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. മലയോര മേഖലകളിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഊട്ടിയടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര തിങ്കളാഴ്ച വരെ വിലക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ്, അഗ്നിരക്ഷാ സേനാ വിഭാഗങ്ങളുടെ സഹായം ലഭ്യമാക്കാനും നീലഗിരി കളക്ടർ നിർദ്ദേശം നൽകി. തേനി, ദിണ്ടിഗൽ, തെങ്കാശി എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. പോയിന്റിന്റെ പട്ടികയിൽ ചെന്നൈ 4-ാമതും ബംഗളൂരു 7-ാം സ്ഥാനത്തുമാണ്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. അതേസമയം വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ അശ്വിനി പൊന്നപ്പ, തനിഷ ക്രാസ്റ്റോ സഖ്യം സെമിയിൽ തായ്ലൻഡ് സഖ്യത്തോട് പരാജയപ്പെട്ടു. എലോഡ കപ്പ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 12 മെഡലോടെ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 2 സ്വർണവും 2 വെള്ളിയും 8 വെങ്കലവുമാണ് ഇന്ത്യയുടെ താരങ്ങൾ നേടിയത്. നിലവിലെ ലോക ചാമ്പ്യൻ നിഖാത് സരിനും മീനാക്ഷിയുമാണ് സ്വർണ്ണ മെഡൽ ജേതാക്കൾ. 2027 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ബ്രസീൽ ആതിഥേയത്വം വഹിക്കും. 74ാമത് ഫിഫ സമ്മേളനത്തിലാണ് തീരുമാനം. ബെൽജിയം, നെതർലൻഡ്സ്, ജർമ്മനി എന്നീ രാജ്യങ്ങളെ പിന്തള്ളിയാണ് ബ്രസീൽ അവസരം സ്വന്തമാക്കിയത്. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 88 പോയിന്റ് ഉയർന്ന് 74,005-ലും ദേശീയ ഓഹരി വിപണി സൂചിക നിഫ്റ്റി 35 പോയിന്റ് ഉയർന്ന് 22,502-ലും ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഉന്നതതല ഇന്ത്യൻ പ്രതിനിധി സംഘം UAE ഉദ്യോഗസ്ഥരുമായി അബുദാബിയിൽ നടത്തിയ ആദ്യവട്ട ചർച്ചകൾ അവസാനിച്ചു. ഷിപ്പിംഗ്, തുറമുഖ, ജലപാത, വാണിജ്യ, വ്യവസായ മേഖലയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഇന്ത്യൻ സംഘം UAEയിലെ പ്രധാന ഷിപ്പിംഗ് ഹബ്ബുകളിൽ 3 ദിവസത്തെ സന്ദർശനം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനം. വോട്ടെടുപ്പ് മറ്റന്നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര മേഖലകളിൽ രാത്രികാല യാത്രാ നിരോധനം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.